ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളെല്ലാവരും കാത്തിരുന്ന് റിസ്ത സെറ്റിലൊക്കെ 7 OS അപ്ഡേഷൻ വന്നതിന് ടച്ച് സ്ക്രീൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വണ്ടിയിലിപ്പോൾ ഇന്ന് രാവിലെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കാണിച്ചായിരുന്നു. അപ്പോൾ നമുക്കത് എന്തായാലും അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 31 ആയിരുന്നു ഒരു പരിപാടി ബാംഗ്ലൂരിൽ വെച്ച് നടത്തിയ പരിപാടിയിലായിരുന്നു ഇവരിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പുറപ്പെടുവിച്ചത്. അപ്പോൾ അതായത് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യാനായിട്ട് കീ ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്ഡേഷൻ നടന്നോളും. ഇവിടെ ഇങ്ങനെ ഇൻസ്റ്റാളിങ് അപ്ഡേഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്റ്റാളിങ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ടായിട്ടുണ്ട് പരിപാടി. അപ്പോൾ അവർ ഇങ്ങനെ കുറച്ച് പുതിയ വണ്ടികൾ ലോഞ്ച് ചെയ്ത കാര്യങ്ങളും റിസ്റ്റൻ്റെ കുറച്ച് 2-3 പുതിയ കളറുകൾ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ കുറച്ച് അപ്ഡേഷൻസൊക്കെ ആയിരുന്നു ഈ ഒരു ലാസ്റ്റത്തെ ഒരു ലോഞ്ചിൽ വന്നേക്കുന്നത്. അപ്പോൾ ഏതർ സ്റ്റാക്ക് 7 ആണ് OS അപ്ഡേഷൻ വന്നേക്കുന്നത്. അപ്പോൾ അതിലാണ് ടച്ച് സ്ക്രീൻ ആക്ടിവേറ്റ് ആവുമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വണ്ടി ഏതറിസ്റ്റ എപ്പോഴെടുത്തതാണെങ്കിലും അതിൽ ഇപ്പോൾ ഉള്ള സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടച്ച് സ്ക്രീനാണ്. അപ്പോൾ ഓൾറെഡി അതിൽ ടച്ച് സ്ക്രീനിൻ്റെ ഹാർഡ്വെയർ ഉണ്ട്. എൻ്റെ വണ്ടി റിസ്റ്റ Z ആണ്. അതിൻ്റെ ടോപ്പ് വേരിയൻ്റാണ്. പ്രോ പാക്ക് ഉണ്ട്, പക്ഷേ ബാറ്ററി പാക്ക് മാത്രം ലോ റേഞ്ചാണ്. അപ്പോൾ നമ്മളിത് അപ്ഡേഷൻ കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഏതറെന്ന് പറഞ്ഞൊന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ വഴി എല്ലാവരുടെ വണ്ടിയിലും ടച്ച് സ്ക്രീന് എനേബിൾ ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാളിങ് അപ്ഡേറ്റ് കാണിച്ച് 24% ആയിട്ടുണ്ട്. അപ്പോൾ അപ്ഡേഷൻ ചെയ്യണ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ വണ്ടിയിൽ ഒരു 50 അല്ലെങ്കിൽ 40 അബവ് ചാർജ് ഉണ്ടായിരിക്കണം ബാറ്ററിയിൽ. പിന്നെ അപ്ഡേഷൻ്റെ ഇൻസ്റ്റാളേഷൻ നടക്കുന്ന സമയത്ത് വണ്ടി ഓൺ ചെയ്യാനൊന്നും പാടില്ല. വണ്ടി പറയണ അനുസരിച്ചിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുക. വണ്ടി ഓഫ് ചെയ്യരുതെന്ന് പറയുമ്പോൾ ഓഫ് ചെയ്യാതിരിക്കുക. കീ ഓൺ ചെയ്യാൻ പറയുമ്പോൾ കീ ഓൺ ചെയ്യാൻ പറയുക. അദ്ദേഹം ഇപ്പോൾ കീ ഓൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ കീ ഓൺ ടു പ്രൊസീഡ് എന്നുണ്ട്. അപ്പോൾ അതേ കംപ്ലീറ്റിംഗ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 72% കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം ഈ ഒരു അപ്ഡേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ വണ്ടീൻ്റെ ടച്ച് സ്ക്രീൻ ആക്ടിവേറ്റ് ആകുമോ എന്ന് നോക്കാം. മിക്കവാറും ആവേണ്ടതാണ്. എൻ്റെ ഇതിന് മുൻപത്തെ വെർഷൻ 6.2.1 അങ്ങനെ ഒരു വെർഷനായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും വരാൻ പോണ വെർഷൻ ഏതർ സ്റ്റാക്ക് 7 ആവാനാണ് ചാൻസ്. അപ്പോൾ എന്തായാലും നല്ലൊരു എന്താ പറയുക, ഒരു സർപ്രൈസ് തന്നെയാണ് കസ്റ്റമറിന് കൊടുത്തേക്കുന്നത്. ഇതുവരെ ടച്ച് സ്ക്രീൻ ഇല്ലാതെ, അതെ ഇപ്പോൾ ടച്ച് സ്ക്രീൻ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. സ്വൈപ്പ് സൂം എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ടച്ച് സ്ക്രീൻ കണ്ടോ, ടച്ച് സ്ക്രീൻ എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ വണ്ടിയിലും റിസ്ത ഏത് വണ്ടിയാണെങ്കിലും, അതായത് പ്രോ പാക്ക് എടുത്തിട്ടുള്ള ടോപ്പ് മോഡലുകളിൽ നമുക്ക് ടച്ച് ആക്ടിവേറ്റ് ആവും. ഈ ഒരു അപ്ഡേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ടച്ച് ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഡാഷ് ബോർഡൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്, നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നോക്കിയപ്പോൾ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. അതായത് മോഡ് സ്വിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഹാർഡ്വെയർ സ്വിച്ച് വെച്ചിട്ട് തന്നെ പറ്റുള്ളൂ. ഈ ടച്ച് സ്ക്രീൻ വെച്ചിട്ട് പറ്റില്ല. എന്തായാലും നല്ലൊരു ഓപ്ഷനാണ്, സേഫ്റ്റിക്ക് അത് നല്ലതാണത്. അപ്പോൾ വേറെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ടച്ച് സ്ക്രീൻ വെച്ചിട്ടൊക്കെ ചെയ്യാം. മാപ്പാണെങ്കിലും പിന്നെ ഓഡോമീറ്ററൊക്കെ ചെക്ക് ചെയ്യാനാണെങ്കിലും, എത്ര മീറ്റർ ഓടി ട്രിപ്പൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും നമുക്ക് ടച്ച് സ്ക്രീൻ എനേബിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച സോഫ്റ്റ്വെയറിൻ്റെ വെർഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ സ്വിച്ച് ചെക്ക് ചെയ്തപ്പോൾ അത് നമ്മൾ സ്വിച്ച് വെച്ച് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. നമുക്ക് മോഡ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ ടച്ച് സ്ക്രീൻ ആക്ടിവേറ്റ് ആയിട്ടില്ല. പക്ഷേ ബ്ലൂടൂത്ത് ഇങ്ങനെ എനേബിൾ ആക്കാൻ പറ്റും. ഓഡോമീറ്ററിൻ്റെ കാര്യങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. എത്ര കിലോമീറ്റർ ഓടി, നമ്മൾ ട്രിപ്പ് ചെക്ക് ചെയ്യാൻ പറ്റും. ആവറേജ് സ്പീഡൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ട്രിപ്പ് ചെക്ക് ചെയ്യാം, എത്ര കിലോമീറ്റർ ഓടി. എൻ്റെ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് 10,000 കിലോമീറ്ററിന് മേളിലായി. അപ്പോൾ ഇതാണ് അവരുടെ സോഫ്റ്റ്വെയർ വേർഷൻ. ഇതാണ് ഏതർ സ്റ്റാക്ക് 7.0. അപ്പോൾ നമുക്കിപ്പോൾ ഷട്ട് ഡൗൺ ഒക്കെ ഇവിടെ നിന്നൊക്കെ ചെയ്യാം. മറ്റേത് നമ്മൾ ജോയ്സ്റ്റിക്ക് വെച്ചിട്ടായിരുന്നല്ലോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടച്ച് സ്ക്രീനിൽ കുറേ കാര്യങ്ങളൊക്കെ ഇതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഫോണിലുള്ള സോഫ്റ്റ്വെയറും കുറച്ച് സെറ്റായിട്ടുണ്ട്. ഫോണിൽ കൂടി കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് ചാർജ് ചെയ്യാനായിട്ടുള്ള പെർസെൻറ്റേജൊക്കെ നമുക്ക് കൂട്ടാം. അപ്പോൾ എന്തായാലും എല്ലാവരും റിസ്ത Z ഉള്ളവരൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ടച്ച് സ്ക്രീനൊക്കെ ഒന്ന് യൂസ് ചെയ്യാമല്ലോ. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ആദ്യം വണ്ടി എടുത്തപ്പോൾ ടച്ച് സ്ക്രീൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ അത് കമ്പനി ഓൾറെഡി ടച്ച് സ്ക്രീനായിട്ടാണ് ഇറക്കിയത്. അത് വല്ലാത്തൊരു സർപ്രൈസ് ആയിരുന്നു. എന്തായാലും നല്ലൊരു എന്താ പറയുക, ഇന്നോവേഷനും കൂടിയാണ്. അടിപൊളിയായിട്ടുണ്ട്.